إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم أبدا على حبيبك خير الخلق كلهم. قال النبي صلى الله عليه وسلم قليل العلم خير من كثير العبادة. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഘം സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സർവ്വവിധ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ഹസനാജിയുടെ മകള് 25,000 രൂപ നമ്മുടെ പള്ളിയുടെ പണിക്ക് വേണ്ടിയിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണോ അവർ സംഭാവന ചെയ്തത് അല്ലാഹു അവരുടെ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കട്ടെ. വലിയ ഖൈറാത്തുകൾ അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. വലിയ സന്തോഷം കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഇസ്മായിൽ പടാച്ചൻ എന്ന വ്യക്തി 10,000 രൂപ പള്ളിയുടെ പണിക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അവരുടെ ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. എന്ത് ഉദ്ദേശമാണെങ്കിലും അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അല്ലാഹുവിന്റെ തവാബിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഇന്നത്തെ പായസം കുടിക്കാൻ വേണ്ടി പായസാക്കിയ അനീഫ ശങ്ക മരിച്ചുപോയ ഉമ്മയുടെ പേരിൽ നേർച്ചയാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാവിന്റെ ഖബറിലേക്ക് അല്ലാഹുവിന്റെ തവാബിൽ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഖബറിടം അല്ലാഹു സ്വർഗ്ഗമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റജബ് മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ശഅബാനിൽ വലിയ പവിത്രമായ, വലിയ പവിത്രതയുള്ള, വലിയ ശ്രേഷ്ഠതയുള്ള വിശുദ്ധ ശഅബാൻ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനി നമുക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് വിശുദ്ധമായ റമദാൻ വരവേൽക്കാൻ ബാക്കിയുള്ളത്. റമദാൻ എന്ന മാസം ഒരു മനുഷ്യന്റെ പാപമോചനത്തിന്റെ മാസമാണ്. അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കേണ്ട, ദോഷങ്ങൾ മുഴുവനും റബ്ബിലേക്ക് അവിടുന്ന് സമർപ്പിച്ചുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് മടങ്ങേണ്ട, പാപം കൊണ്ട് ഭംഗുരമായ കരങ്ങളെ മുഴുവനും റബ്ബ് സർവശക്തനായ റബ്ബിലേക്ക് ഉയർത്തിക്കൊണ്ട് എല്ലാ പാപങ്ങളും കഴുകി ശുദ്ധിയാക്കേണ്ട വലിയ മഹത്വമുള്ള, പവറുള്ള, പവിത്രതയുള്ള മാസമാണ് വിശുദ്ധമായ ശഅബാൻ. മഹാന്മാരൊക്കെ ശഅബാൻ കടന്നു വന്നാൽ അവിടെ നിന്ന് അവർ വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുമായിരുന്നു. വിശുദ്ധ റജബിലും ശഅബാനിലും അവർ നോമ്പനുഷ്ഠിക്കുകയും ആ വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് അവർ എല്ലാ നിലക്കുള്ള ഒരുക്കങ്ങളും ഇവിടുന്ന് നടത്തുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. വിശുദ്ധ ശഅബാനിൽ നമ്മോട് വിളിച്ചോതുന്ന ഒരു വാചകമുണ്ട്. മോനെ, നിന്റെ ആയുസ് എത്ര കാലമുണ്ടെന്ന് പറയാൻ കഴിയില്ല. നീ എത്ര കാലം ജീവിക്കുമെന്ന് ഈ റമദാൻ വരെ നിനക്ക് നിന്റെ ആയുസ് അല്ലാഹു നീട്ടിയിട്ടുണ്ടോ എന്ന് നിനക്ക് പറയാൻ പറ്റില്ല. റമദാന് മുത്തദിർ, റമദാൻ നിനക്കൊരു പ്രതീക്ഷ മാത്രമാണ്. റമദാനിലേക്ക് എത്തിപ്പെടുമെന്ന ഒരിക്കലും ഒരു പ്രതീക്ഷ മാത്രമാണ് നമുക്കുള്ളത്, ഉറപ്പില്ല. എത്ര ആളുകളാണ് ഇതുവരെ നമ്മോട് റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ, വിശുദ്ധ ശഅബാൻ മാസത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ എത്ര ആളുകളാണ് ഇന്ന് ഖബറിലുള്ളത്? മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇത് പറഞ്ഞിട്ട് അവിടുന്ന് പറയുന്നു, മോനെ, നീ അവിടെ നിന്ന് എപ്പോഴും വിശുദ്ധ റമദാനിലേക്ക് കടന്നു വരാൻ വേണ്ടി
വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ നീ ഒരുങ്ങി നിൽക്കണം. എപ്പോഴാണ് ഞാൻ മരിക്കുക എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എപ്പോഴാണ് എന്റെ റൂഹ് അവിടുന്ന് പിടിച്ചു കൊണ്ടുപോവുക ഇസ്രായേൽ എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വിശുദ്ധ ശഅബാൻ കടന്നു വന്നാൽ നീ അവിടുന്ന് റമദാനിലേക്ക് വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട്. നിന്റെ മനസ്സ് ക്ലിയർ ആക്കേണ്ടതുണ്ട്. ഖൽബിലേക്ക് സംശുദ്ധമായ ഖൽബിന്റെ ഉടമയാക്കേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ. നല്ല ക്ലിയറായ ഖൽബാക്കി അല്ലാഹു മാറ്റുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ജനങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ പ്രസംഗത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന് ഒരു ഭാഗമായിട്ട് മഹാനവറുകൾ പറയുന്നു, മോനെ റജബ് കഴിഞ്ഞുപോയി, റജബ് കഴിഞ്ഞുപോയി. ഇപ്പോൾ നീ നിലനിൽക്കുന്നത് വിശുദ്ധമായ ശഅബാനിലാണ്. റമദാൻ നിനക്ക് പ്രതീക്ഷ മാത്രമാണ്. എന്നാൽ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പ്രസംഗം തുടരുന്നു. വയനവിടുന്ന് ജനങ്ങളോട് പറയുന്ന വയന് വീണ്ടും മഹാനവർകൾ തുടരുകയാണ്. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ അവിടുന്ന് ജനങ്ങളെ ഉത്ബോധനം നടത്തുകയാണ്. എത്ര കഫപ്പുടവകളാണ് അടുത്തുള്ള ടെക്സ്റ്റൈൽസിലാവാം, അല്ലെങ്കിൽ അവന്റെ വീട്ടിലാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കടയിലാവാം, അവന്റെ കഫപ്പുടവ എത്തിയിട്ടുണ്ട്. ആ കഫപ്പുടവയിൽ നാളെ പൊതിഞ്ഞുകൊണ്ട് പോകേണ്ട മനുഷ്യൻ, ആ കഫപ്പുടവയിൽ പൊതിഞ്ഞുകൊണ്ട് നാളെ മയ്യത്തായി പൊതിഞ്ഞുകൊണ്ട് ഖബറിലേക്ക് കൊണ്ടുപോകേണ്ട മനുഷ്യൻ, അവരിന്നും അശ്രദ്ധരാണ്, അവന് കളിക്കുകയാണ്, അവന് ചിരിക്കുകയാണ്, അവന് അല്ലാഹുവിനെ ഓർമ്മയില്ല, അവന് റബ്ബിനെ പേടിയില്ല. ഇത് പറഞ്ഞിട്ട് വീണ്ടും മഹാനവർകൾ പറയുകയാണ്, പോരാ എത്ര കബറുകളാണ് മോനെ പള്ളിപ്പറമ്പിൽ കുളിച്ചു വെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടിയിട്ട് കബറതാ അവിടുന്ന് ഒരുക്കി വെച്ചിട്ടുണ്ട്. ചില മഹല്ലുകളിലെ പള്ളികളിലൊക്കെ 10-20 കബറുകൾ കബർസ്ഥാനിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ചിന്തിച്ചു നോക്ക്, മഹാനവർകൾ പറയുന്നു, നിന്നെ കിടക്കേണ്ട സ്ഥലം നിനക്ക് തയ്യാറായിട്ടുണ്ട്, ഒരുക്കി നിന്നിട്ടുണ്ട്. എത്ര കബറുകളാണ് നിനക്ക് വേണ്ടി കുഴിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ആ കബറിൽ കിടക്കേണ്ട മനുഷ്യൻ അവൻ ചിരിയാണ്, കണിയിലാണ്. അവൻ ആ കബറിൽ കിടക്കണമെന്ന ബോധമില്ല, അവൻ ആ കബറിലേക്ക് പോകേണ്ടവനാണെന്ന ചിന്തയില്ല. വീണ്ടും മഹാനവർകൾ പറയുന്നു, എത്ര ചിരിക്കുന്ന വയകളാണ്, എത്ര ആളുകളാ ചിരിച്ചു ഉല്ലസിക്കുകയാണ്, ആനന്ദിക്കുകയാണ്. എന്തൊക്കെയോ ആഘോഷത്തിന്റെ പേരിൽ അവരെ കളിക്കുകയാണ്, ചിരിക്കുകയാണ്. എത്ര ചിരിക്കുന്ന വയകളാണ്. സുബ്ഹാനല്ലാഹ്. ഇത് പറഞ്ഞിട്ട് പറയുന്നു, അതേ അടുത്തു തന്നെ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ നശിക്കേണ്ടവനാണ്. കൊണ്ടുപോയി ശരീരം മയ്യത്ത് അവിടുന്ന് കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോ 3 ദിവസം കഴിയുമ്പോ അവന്റെ വേദിയിലുള്ള സുന്ദരമായ കണ്ണുകൾ പൊട്ടിപ്പോകുന്നു. ഉടലതാ വയറ് വീർത്തിട്ട് കുടലവിടുന്ന് പുറത്തേക്ക് ചാടുന്നു. അവന്റെ ചെവിയുടെ ദ്വാരത്തിലൂടെ അവിടുന്ന് പ്രാണികൾ കടന്ന് മറ്റേ ദ്വാരത്തിലൂടെ കടന്ന് ഇറങ്ങുന്നു. സുന്ദരമായി നല്ല വേദി ഉപയോഗിച്ചു ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയിട്ട് നന്നായി മിനുക്കി വെച്ചതിന്റെ മുഖമുണ്ടല്ലോ, കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോ അതേ അടുത്തു തന്നെ നിന്റെ കബറിൽ കൊണ്ടുപോയി വെക്കുമ്പോ നിന്റെ ശരീരം അവിടെ നിന്ന് നശിച്ചു പോകുന്നു. ചിതലും പുഴുക്കളും താവളം പെരുത്തുള്ളതിൽ സന്തോഷമാണവകൾ കുതി ചൊല്ലുന്നതിൽ. ചിതലും പുഴുക്കളും അവിടുന്ന് കയറി ഇറങ്ങിയിട്ട് അവന്റെ ശരീരം ഇങ്ങനെ കാർന്ന്
കാർന്നു തിന്നുന്നു. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറയുന്നു, വകം മിൻ മൻസിലിൽ കമുല ബിനാഉഹു, എത്ര വലിയ വലിയ ബിൽഡിങ്ങുകളാണ്, കോൺക്രീറ്റ് ശീലങ്ങളാണ്, എത്ര വലിയ ഉന്നതമായ വലിയ കെട്ടിടങ്ങളാണ് കെട്ടിപ്പൊക്കിയിട്ടുള്ളത്. അവൻ 6 അടി മണ്ണാകുന്ന കബറിൽ കിടക്കേണ്ടവനാണല്ലോ എന്ന ചിന്ത അവന് മറന്നുപോയി. ഇത് പറഞ്ഞിട്ട് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറയുകയാണ്, മോനെ, ശഅബാനല്ലേ നിനക്ക് വന്നിട്ടുള്ളത്, ഈ ശഅബാനിലല്ലേ നീ കടന്നു വന്നിട്ടുള്ളത്, ശഅബാനിലല്ലേ നീ നിലകൊള്ളുന്നത്. അതുകൊണ്ട് നന്നായി റബ്ബിനെ കടുത്തോ, റബ്ബിനോട് നന്നായി തൗബ ചെയ്തോ. അല്ലാഹു തആല വിശുദ്ധമായ റമളാനിൽ നല്ല നിലയ്ക്ക് വരവേൽക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല നിലയ്ക്ക് റമളാനിൽ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മുൻഗാമികൾക്ക് ഞാൻ നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും വിശുദ്ധ റമളാനിൽ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. വിശുദ്ധ ശഅബാൻ ഈ റമളാനിന് വേണ്ടി ഒരുങ്ങേണ്ട മാസമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിന്റെ ആദ്യ ദിവസങ്ങളിൽ കടന്നു വന്നാൽ ഫുതിഹത് അബ്വാബുൽ ജന്നത്ത് കുല്ലുഹാ, വിശുദ്ധമായ സ്വർഗ്ഗത്തിന്റെ മുഴുവൻ വാതിലുകളും അല്ലാഹു തആല തുറക്കപ്പെട്ടിട്ടുണ്ടാകും. ഫലാ യുഗ്ലഖു ബിൽഹാ ബാബുൻ ഫീ ശഹരി കുല്ലിഹി, ആ മാസം മുഴുവനും, ആ മാസം കഴിയുന്നത് വരെ പിന്നെ സ്വർഗ്ഗത്തിന്റെ വാതിൽ അടക്കുകയില്ല. പിന്നെയും പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഅമറല്ലാഹു തആല മുനാദിയൻ യുനാദി, അതാ അല്ലാഹു തആല കൽപ്പിക്കുന്നുണ്ട്. എന്താ പറയുന്നതെന്നറിയോ? ഈ ആത്വാനിവൽ ഖൈറാഖബിൽ, ഓ ഖൈർ ചെയ്യുന്ന ആളുകളെ, നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെ, നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ, നിങ്ങൾ മുന്നോട്ട് വരണോ, നിങ്ങൾ നന്നായി ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് അവിടുന്ന് വിളിച്ചു പറയുന്ന പോലെ, അതേ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവര്, മോശമായ ചിന്തകളിൽ നടക്കുന്നവര്, അതേ അവിടുന്ന് നിങ്ങൾ മാറി നിന്നോ. വിശുദ്ധ റമളാനല്ലേ വരുന്നത്, വിശുദ്ധ റമളാനല്ലേ കടന്നു വരുന്നത്, അതുകൊണ്ട് അതിൽ നിന്ന് മാറി നിന്നോ. റമളാനിനെ നല്ല നിലയ്ക്ക് അവിടുന്ന് വരവേറ്റോ പോരാ. ഹൽബിൽ മുസ്തഗ്ഫിരിൻ വയുഗ്ഫർ ലഹു, ഹൽബിൽ സാലിഹിൻ വയുഗ്താസലുഹു. അല്ലാഹു തആലയോട് ദോഷത്തിന് പൊറുക്കലിനെ ചോദിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അവിടുന്ന് ദോഷം പൊറുത്തു കൊടുക്കുന്നു. പോരാ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട്, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനോട് ഒരു കാര്യം ഒരാൾ ചോദിച്ചാൽ, ഒരു കാര്യത്തെ കുറിച്ച് അല്ലാഹുവിനോട് ഒരാൾ ആവശ്യപ്പെട്ടാൽ അല്ലാഹു അവന് നൽകുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനോട് ഒരാൾ ചോദിച്ചാൽ ആ സമയത്ത് അല്ലാഹു കൊടുക്കുന്ന വലിയ പവറുള്ള മാസമാണ്. അതുകൊണ്ട് ശഅബാൻ, ഈ ശഅബാനിൽ നന്നായി അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കാണ്, കൂടുതൽ നീട്ടിയെന്ന് പറയുന്നില്ല. ശഅബാൻ നന്നായി നമ്മൾ മുതലെടുക്കണം, നന്നായി റബ്ബിലേക്ക് തൗബ ചെയ്യണം. റമളാനിന്റെ മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വഴി അല്ലാഹു തൗഫീഖ് ചെയ്താൽ വഴിയെ പറയാം. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ മുഴുവനും സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അവരെ പൊരുത്തപ്പെട്ട രൂപത്തിൽ അല്ലാഹു ആക്കി തരുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ 5 കാര്യങ്ങൾ കൊണ്ട് അവൻ വിജയിക്കേണ്ടതുണ്ട്. 5 കാര്യങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ വിജയിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണ്? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 5 കാര്യം നിങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ്
5 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വിജയിക്കണം. 5 കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ വിജയിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമത്തേതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുന്ന വിഭാഗത്തിൽ ഈ 5 കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ അതേ വാചകം മുത്തുനബി കൂട്ടിയിട്ടുണ്ട്. ഏതാണത്? വശഅബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. ഹബീബായ തങ്ങൾ ഉൾപ്പെടുന്ന 2 ഹദീസിലും യുവാക്കളെ കുറിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുന്നുണ്ട്, യഖ്തനിമ ഖംസൻ ഖബല ഖംസ്. ആദ്യം പറഞ്ഞത് ഹയാതക ഖബല മൗതിക വഫറാക ഖബല ശുഗ്ലിക വഇലാക ഖബല ഫഖരിക. നാലാമത് നബി പറഞ്ഞത് ശബാബക ഖബല ഹറമിക. ഈ വിഷയമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ഒന്നാമത്തേതാണ് ഹയാതക ഖബല മൗതിക. നിന്റെ ജീവിതം, നിനക്ക് മരണം വരുന്നതിന് മുമ്പ് നിന്റെ ജീവിതം കൊണ്ട് നീ വിജയിക്കണം. എന്താ ജീവിതത്തിൽ നീ സൽക്കർമ്മങ്ങൾ ചെയ്യണം, ഒരുപാട് നന്മകൾ നീ വാരിക്കൂട്ടണം. ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നീ ചെയ്യേണ്ടതുണ്ട്. ഈ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നിന്റെ മരണത്തിന് മുമ്പ് നിനക്ക് നല്ല ഇബാദത്തുകൾ ചെയ്തു, നല്ല യുവത്വമുള്ള സമയത്ത് ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് നിനക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. കാരണം എന്തേ? അതേ പ്രായമാകുമ്പോ ഒരു സമയത്തുമ്പോ ഒരു ഏഴെത്തുമ്പോ നമുക്ക് പിന്നെ നിസ്കരിക്കാൻ കഴിയില്ല, പിന്നെ നിൽക്കാൻ പറ്റുന്നില്ല, പിന്നെ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, പിന്നെ നടക്കാൻ പറ്റുന്നില്ല. ആഫിയത്ത് കുറയുകയാണ്, ശരീരത്തിന്റെ ബുദ്ധിമുട്ട് സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, 5 കാര്യം നിന്നിലേക്ക് വരുന്നതിന് മുമ്പ് നീ 5 കാര്യങ്ങൾ കൊണ്ട് നീ വിജയിക്കണം. നിന്റെ ജീവിതത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് നിനക്ക് മരണം വരുന്നതിന് മുമ്പ് നീ അവിടെ നിന്ന് വിജയിച്ചോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് മുത്തുനബി പറഞ്ഞത് ഫറാഖ ഖബല ശുഗ്ലിക. നിന്റെ ഒഴിവ് സമയം, ഫ്രീ ടൈമുകൾ, ആ ഫ്രീ ടൈമുകളെ നീ ഉപയോഗപ്പെടുത്തണം. ഖബല ശുഗ്ലിക. നിനക്ക് ഒഴിവില്ലാത്ത സമയം വരുന്നതിന് മുമ്പ്, നിനക്ക് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒഴിവില്ലാത്ത, ഭയങ്കര ബിസിയാണ്, ഭയങ്കര തിരക്കാണ്, നിനക്ക് ഒന്നിനും സമയമില്ല. നമ്മൾ പറയാറില്ലേ, വല്ലാത്ത ബിസിയാണ് ഉസ്താദേ, ഒന്നിനും സമയമല്ല, ഒരു മിനിറ്റ് പോലും സമയം ലഭിക്കാറില്ല. എന്നാൽ നിനക്ക് ഒരുപാട് ഒഴിവ് സമയങ്ങൾ നിനക്ക് ലഭിച്ചിട്ടുണ്ട്. ആ സമയത്ത് നീ മോശമായ ചിന്തകളിൽ ഇടപെടാതെ, മോശമായ കാര്യത്തിൽ ഇടപെടാതെ നീ ആ സമയങ്ങൾ നന്നായി ഉപയോഗിച്ചോ. എന്തിനാ ഉപയോഗിക്കേണ്ടത്? നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കണം. നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മുടെ ഒഴിവ് സമയങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. അല്ലാഹു തആല നമുക്ക് അതിന്റെ തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമത് പറയുന്നു, നിനക്ക് അല്ലാഹു തആല ഐശ്വര്യം തന്ന ഒരു സമയമുണ്ട്. ഒരുപാട് പണം അല്ലാഹു തന്ന സമയമില്ലേ? ഒരുപാട് സമ്പത്ത് അല്ലാഹു തന്ന സമയമില്ലേ? ആ സമയത്ത് നീ, നിനക്ക് ദാരിദ്ര്യം അല്ലാഹു തരുന്നതിന് മുമ്പ് ആ സമയത്ത് നീ ഉപയോഗിച്ചോ. ഒരുപാട് സമ്പത്ത് അല്ലാഹു നൽകിയാൽ ആ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നീ ഉപയോഗിക്കുക. പണമുണ്ടാകുമ്പോ അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കാതെ ആ പണം അവിടുന്ന് പിടിച്ചു വെക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയം എന്താണ്? അല്ലാഹു തആല നമുക്ക് ദാരിദ്ര്യം തന്നാൽ പിന്നെ ആ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല, പിന്നെ കൊടുക്കാൻ പറ്റൂല. അല്ലാഹു തആല ഫഖർ തന്നാൽ പിന്നെ കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഖബല ഫഖരിക, നിനക്ക് ദാരിദ്ര്യം തരുന്നതിന് മുമ്പ് നീ അവിടെ നിന്ന് നിന്റെ ഇത് ഐശ്വര്യമായ നിനക്ക് അല്ലാഹു തന്ന ഒരുപാട് മുതലുകൾ നിനക്ക് അല്ലാഹു തന്നു കാണും. ആ സമയത്ത് ആ മുതലുകൾ നീ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചോ.
അള്ളാഹു സ്വീകരിക്കുവാനാവട്ടെ. എത്ര ആളുകളാണ് പള്ളിക്ക് വേണ്ടി അവരുടെ സമ്പത്തിൽ നിന്ന് ഒരുപാട് സമ്പത്തുകൾ അതിനു വേണ്ടിയിട്ട് മാത്രം മാറ്റിവെച്ച എത്ര ആളുകളാണ്. അതിനു വേണ്ടിയിട്ട് എത്ര ആളുകളെയാ ഒരുപാട് ആളുകൾ അതിനു വേണ്ടി അധ്വാനിക്കുകയും അതിനു വേണ്ടി കാണുകയും ചെയ്തവരുണ്ട്. അല്ലാഹുവേ, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ, വലിയ സന്തോഷത്തിലാക്കണം റഹ്മാനെ. അല്ലാഹ്, അവർ ചെയ്ത പ്രവർത്തനങ്ങൾ, അവർ നൽകിയ സംഭാവനകൾ എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. മുഅ്മിനീങ്ങളെ, വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ്. നാലാമത് മുത്തുനബി പറയുന്നു, നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് നിനക്ക് പ്രായം തരാനുണ്ട്, നിനക്ക് രോഗം തരാനുണ്ട്. നല്ല ആഫിയത്തുള്ള സമയം, നല്ല യുവത്വമുള്ള സമയം, നല്ല യുവാവായ സമയം നിനക്ക് അല്ലാഹു തആല പ്രായം തന്നിട്ട്, വാർദ്ധക്യം തന്നിട്ട് നിന്റെ കൈകാലുകൾക്ക് വേദന വരുന്നു, നിന്റെ കൈകൾക്ക് വിഷമങ്ങൾ വരുന്നു. അതിനു മുമ്പ് നിന്റെ യുവത്വ സമയം പോലെ നീ ചെലവഴിച്ചോ. നിനക്ക് അല്ലാഹു രോഗം തരുന്നതിന് മുമ്പ് നിന്റെ ആരോഗ്യം നീ ചെലവഴിച്ചോ. അല്ലാഹു തആല നിനക്ക് രോഗം തരാനുണ്ട്. അല്ലാഹു മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സലാമത്താക്കുമാറാവട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കരകയറ്റുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, രോഗം വരുന്നതിന് മുമ്പ്, രോഗം അല്ലാഹു തരുന്നതിന് മുമ്പ് നമ്മൾ അവിടുന്ന് ആ സമയം, നല്ല ആരോഗ്യമുള്ള സമയം, നല്ല ആരോഗ്യമുള്ള സമയം, ആ സമയം നമ്മൾ ചെലവഴിക്കണം. അല്ലാഹു നമ്മുടെ ആരോഗ്യം നിലനിർത്തുമാറാവട്ടെ. ആരോഗ്യമുള്ള സമയത്ത് നല്ലത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ആരാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു എന്നറിയോ? ഒരുപാട് രാജ്യം ഭരിച്ചിരുന്ന മഹാനാണ്. മഹാനവറുകൾ താൻ ഭരിക്കുന്ന രാജ്യത്തിന്റെ രാജകൊട്ടാരത്തിൽ നല്ല പട്ട് പരവതാനി വിരിച്ച നല്ല പട്ടുമെത്തയിൽ ഇങ്ങനെ കിടക്കുകയാണ്. നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആവശ്യങ്ങൾ നിറവേറ്റി മഹാനവറുകൾ ഇങ്ങനെ കിടക്കുമ്പോൾ രണ്ട് സംഭവങ്ങൾ മഹാനവറുകൾ രാജ്യം വിട്ട്, നാട് വിട്ട്, എല്ലാം വിട്ടുപോകാനുള്ള ചരിത്രത്തിൽ കാണാം. രണ്ട് സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ മഹാനവറുകൾക്കുണ്ടായി. അതിൽ ഒരു സംഭവം മഹാനവറുകൾക്ക് അല്ലാഹുവിനെ കുറിച്ച് ചിന്ത വരാൻ, അല്ലാഹുവിലേക്ക് എത്തിപ്പെടാനുള്ള ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് ഒരു കാക്കയാണ്, ഒറാവാണ്. ഒരു കാക്കയാണ്. ചരിത്രത്തിൽ കാണാം, മഹാനവറുകൾ കാട്ടിലേക്ക് പോയിട്ട് വേട്ടയാടിയിട്ട് വേട്ട മൃഗത്തെ അവിടുന്ന് പിടിച്ച് കാട്ടിൽ തന്നെ തന്റെ ഭൃത്യന്മാർ ഭക്ഷണം ഉണ്ടാക്കി, അതിൽ അവിടെ പത്തിരിയൊക്കെ ഉണ്ടാക്കി ഭക്ഷണം സുപ്രയിൽ അവിടുന്ന് വിരിച്ച് അവിടുന്ന് കഴിക്കുന്ന ഒരു സ്വഭാവം മഹാനവറുകൾക്ക്, മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ഒരു ദിവസം ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു തന്റെ ആളുകൾ പിടിച്ച വേട്ടമൃഗം, ഈ വേട്ടമൃഗത്തിന് ഭക്ഷണമാക്കിയിട്ട് അവിടുന്നതാ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് തന്റെ ശിഷ്യന്മാർ അവിടുന്ന് കൊണ്ടുവന്നിട്ട് ഈ ഭക്ഷണം മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ അവിടുന്ന് വിരിച്ചു വെക്കുകയാണ്. മഹാനവറുകളുടെ മുമ്പിൽ വിരിച്ചു വെച്ചപ്പോൾ മഹാനവറുകളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരുങ്ങുന്ന സമയത്താണ് അവിടെ നിന്ന് ഒരു കാക്ക വന്നുകൊണ്ട് ഈ സുപ്രയിൽ നിന്ന് ഒരു പത്തിരി അവിടെ നിന്ന് എടുത്ത് കാക്ക അവിടെ നിന്ന് കൊത്തിയിട്ട് കൊണ്ടുപോകുന്നു ഈ പത്തിരിയെ. ഇത് കണ്ടപ്പോ മഹാനവറുകൾ ചിന്തിച്ചു, എന്റെ ഭക്ഷണത്തിൽ നിന്ന്, എന്റെ സുപ്രയിൽ നിന്ന്, ഞാൻ രാജ്യം ഭരിക്കുന്ന രാജാവാകുന്ന എന്റെ സുപ്രയിൽ നിന്ന് എന്റെ അനുവാദമില്ലാതെ ഒരു കാക്ക അവിടുന്ന് എന്റെ സുപ്രയിൽ നിന്ന് ഒരു ഭക്ഷണം, എന്റെ പത്രി അവിടുന്ന് കൊത്തിയിട്ട് കൊണ്ടുപോകുകയോ? വല്ലാത്തൊരു തോന്നിവാസമല്ലേ ഇത്, വല്ലാത്തൊരു ആഭാസമല്ലേ ഇത്? മഹാനവറുകൾ ചിന്തിച്ചു, ഈ കാക്ക എവിടേക്കാണ് പോകുന്നത്?
എവിടേക്കാണ് ഈ കാക്ക അവിടുന്ന് ഈ പത്രിയുമായി പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഈ കാക്കയെ അവിടുന്ന് പിന്തുടരുന്നു. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളുടെ കാക്കയുടെ പിറകിൽ പോകുന്നു. ഒരു മരത്തിന്റെ ചില്ലയിലിരിക്കുന്നു. അവിടേക്ക് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളുടെ കൂട്ടരും എത്തുന്നു. കാക്ക വീണ്ടും പറക്കുന്നു. അങ്ങനെ പറന്നിട്ട് ഈ കാക്ക എവിടേക്കാ പോയതെന്നറിയോ? ഈ കാട്ടിനുള്ളിൽ വലിയ ഒരു മലച്ചെരുവുണ്ട്, വലിയ ഒരു പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തേക്ക് ഈ കാക്ക പറന്നു പോവുകയാണ്. ഈ പർവ്വതത്തിന്റെ താഴ്ഭാഗത്തേക്ക് കാക്ക എവിടുന്ന് പറന്നു പോകുന്നു. പറന്നു പോയിട്ട് സുബ്ഹാനല്ലാഹ് അവിടെ ഒരു മരത്തിന്റെ ചില്ലയിൽ, മരത്തിന്റെ അടിയിൽ ഒരു മനുഷ്യൻ അവിടെ കിടക്കുന്നു. ഒരു ബന്ധിതനായി ഒരു മനുഷ്യൻ കിടക്കുന്നുണ്ട്. ആ മനുഷ്യന്റെ അടുക്കിലേക്ക് ഈ കാക്കയുടെ കൊക്ക് കൊണ്ട് ഈ പത്തിരിയെ കാലിൽ ഇറക്കി പിടിച്ചിട്ട് അതിന്റെ കൊക്ക് കൊണ്ട് ഈ പത്തിരി കഷ്ണമാക്കി കൊടുക്കുകയാണ്. ഇത് കണ്ടപ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി. എന്താണിത്? എന്റെ സുപ്രയിൽ നിന്ന് ഒരു കാക്ക എന്റെ പത്നി എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ഈ കിടക്കുന്ന കാട്ടിന്റെ ഈ മൂലയിൽ കിടക്കുന്ന ഈ മനുഷ്യന്റെ ഈ പത്നി അവിടെ നിന്ന് കഷണമാക്കി വായിലേക്ക് ഇട്ടുകൊടുക്കുകയാ. ആ സമയത്ത് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഈ മനുഷ്യരോട് ചോദിച്ചു, അല്ല, നിങ്ങൾ എന്തേ ഇവിടെ വരാനുള്ള കാരണോ? ഇവിടെ എത്തിപ്പെടാനുള്ള കാരണം എന്താണ്? മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിട്ട് 7 ദിവസക്കാലമായി. 7 ദിവസവും എനിക്കൊരു കാക്ക എവിടുന്ന് ഭക്ഷണം കൊണ്ടുതരും. ഒരു കാക്ക എവിടുന്ന് ഒരു പത്തിരി കൊണ്ട് വന്നിട്ട് എന്റെ വായിലേക്ക് എവിടുന്ന് ഇട്ടുതരും. അത് കഴിച്ചുകൊണ്ടാണ് ഞാൻ കഴിയുന്നത്. ഞാൻ വലിയൊരു കച്ചവടക്കാരനായിരുന്നു. എന്റെ കച്ചവട ചരക്കുകളൊക്കെ കൊള്ളക്കാരവിടുന്ന് പിടിച്ചെടുത്തിട്ട് എന്നെ ഇവിടെ ബന്ധിതനാക്കിയിട്ട് അവർക്ക് പോയി. ഒരാഴ്ചയായി 7 ദിവസമായി ഞാൻ ഇവിടെ കിടക്കുന്നു. എനിക്ക് ഭക്ഷണം കൊണ്ടുതരുന്നത് ഒരു കാക്കയാണെന്ന് അവിടുന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ഈ കാക്ക അവിടുന്ന് പറഞ്ഞപ്പോ അവിടുന്ന് വല്ലാതെ പേടിച്ചു പോയി. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ എന്തൊരു അത്ഭുതമാണ് റബ്ബേ ഇത്, എന്തൊരു അത്ഭുതമാണ് അല്ലാഹ്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ആ കാക്കയുടെ അടുത്ത് നിന്ന് ഒരൊറ്റ ഓട്ടമാണ്. എവിടേക്കാ ഓടിയത്? തന്റെ രാജകൊട്ടാരത്തിലേക്ക്. അവിടുന്ന് ഭൃത്യന്മാരെയും കൂട്ടി വാഹനത്തിലേക്ക് ചെല്ലുന്നു. ചെന്നിട്ട് രാജകൊട്ടാരത്തിൽ ഇരുന്നിട്ട് ചിന്തിക്കുന്നു, സർവശക്തനായ റബ്ബ് അതാ അവിടെ നിന്ന് ഏതോ ഒരു കാട്ടിലൊരു പർവ്വതത്തിന്റെ താഴെ ആരും കാണാത്ത ഒരു ജനവാസം പോലും ഇല്ലാത്ത മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ റബ്ബ് എത്ര വലിയവനാണ്, ആ റബ്ബ് എത്ര വലിയ സർവശക്തനാണ്. ഈ പട്ടുവത്തയിൽ ഇരുന്നിട്ട് ഞാൻ റബ്ബിനെ അന്വേഷിച്ചാൽ എനിക്ക് എന്റെ റബ്ബിനെ കണ്ടെത്താൻ കഴിയുമോ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്ന് തന്റെ രാജകൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ രാജകൊട്ടാരത്തിന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരുന്നു. താൻ ഭരിക്കുന്ന രാജ്യത്തിന്റെ രാജ്യ പദവിയിലുള്ള നാട്ടിലേക്ക് ഒരാൾ കടന്നു വരുന്നു. ആരാ കടന്നു വന്നത്? വലിയ ഒരു പാണ്ഡവൻ ചുമന്നിട്ട് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ പഴകിയ വസ്ത്രം ധരിച്ചിട്ട്, കീറിയ വസ്ത്രം ധരിച്ചിട്ട്, ഒരു പാണ്ഡവം ഇങ്ങനെ ചുമന്നിട്ട് താൻ ഭരിക്കുന്ന രാജ്യത്തിന്റെ തന്റെ അധീനതയിലുള്ള നാട്ടിൽ ആ സ്ഥലത്ത് തന്റെ പാണ്ഡം ഇറക്കി വെക്കുന്നു. ആ ചുമടി ഇടക്കി വെക്കുന്നു. ഇറക്കി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പാണ്ഡത്തിൽ നിന്ന് ഒരു ഉണക്ക റൊട്ടി അവിടെ നിന്ന് എടുക്കുന്നു. എടുത്തിട്ട് ഈ ഉണക്ക റൊട്ടി അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിൽ മുക്കിയിട്ട് അദ്ദേഹം കഴിക്കുന്നു. ഈ റൊട്ടി കഴിച്ചു, ആ ഗ്ലാസ്സിലെ വെള്ളം അവിടുന്ന് കുടിച്ചിട്ട് ആ പാണ്ഡത്തിൽ തല വെച്ചുകൊണ്ട് പച്ച മണ്ണിൽ കിടന്നിട്ട് അവിടുന്ന് ഉറക്കാണ്. നല്ല ഉറക്കാണ്. സുബ്ഹാനല്ലാഹ്. തന്റെ ഭൃത്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, ആ മനുഷ്യൻ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റാലൊന്ന് എന്നെ കാണാൻ പറയണം.
രാജാവിനെ വന്ന് കാണാൻ പറയണമെന്ന് പറഞ്ഞിട്ട് ആളയക്കുന്നു. ഇയാള് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റപ്പോ പറയുന്നു, നിങ്ങളെ രാജാവ് കാണാൻ പറഞ്ഞിട്ടുണ്ട്, പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മനുഷ്യനെ പേടിച്ചു പോയി. അല്ലാ, എന്തേ രാജാവ് വിളിച്ചത്? രാജാവിന്റെ രാജകൊട്ടാരത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് ഞാൻ സമ്മതമില്ലാതെ കിടന്നതിനാണോ എന്നെ വിളിക്കുന്നത്? എന്നെ ശിക്ഷിക്കാനാണോ വിളിക്കുന്നത്? വല്ലാതെ ഭയപ്പെട്ടുകൊണ്ട് പേടിയോടുകൂടെ ഈ മനുഷ്യൻ അവിടെ നിന്ന് ചെല്ലുന്നു. രാജാവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. അവിടെ അടുത്ത് താഴെ അവിടെ നിന്നിരിക്കുന്നു. ഇരുന്നിട്ട് ചോദിക്കുന്നു, എന്നെ വിളിച്ചോ? ആ സമയത്ത് പറയുന്നു, അതേ വിളിച്ചു. എന്തേ കാരണം? ഞാൻ അങ്ങയുടെ സ്ഥലത്ത് എന്നോട് ചോദിക്കാതെ നിന്നതിനാണോ? ഞാനതിന് നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറഞ്ഞു, അല്ല, ഞാൻ നിങ്ങളെ വിളിച്ചത് നിങ്ങളോടൊരു കാര്യം അന്വേഷിക്കാനാണ്. എന്താണ് കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അവിടുന്ന് ഈ മനുഷ്യനോട് ചോദിക്കുന്നു, അല്ല, നിങ്ങൾ കഴിച്ചത് വെറും ഒരു ഉണക്ക റൊട്ടിയല്ലേ? അതെ. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമല്ലേ കുടിച്ചത്? അതെ. നിങ്ങൾ കിടന്നത് വെറും പച്ച ചരലിൽ മണ്ണിലല്ലേ നിങ്ങൾ കിടന്നത്? അതെ. നിങ്ങൾക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ടോ? നന്നായി ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയി. എന്തേ? പട്ടും പരവതാനിയിൽ കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. സുഭിഷ്ടമായ ഭക്ഷണം വയറ് നിറയെ കടിച്ചിട്ട് ഞാൻ നല്ല റൂമിൽ കിടന്നുറങ്ങുമ്പോ എനിക്ക് ഉറക്കം കിട്ടാറില്ല. എനിക്ക് ഉറക്കം കിട്ടാറില്ല. നിങ്ങൾ വെറും ഒരു ഉണക്ക റൊട്ടി കഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പച്ച മണ്ണിൽ നിങ്ങൾ കിടന്നപ്പോ നിങ്ങൾക്ക് ഇത്ര നല്ല സുന്ദരമായ ഉറക്കം കിട്ടിയെന്നോ? വല്ലാത്ത അത്ഭുതം തന്നെ. അപ്പോഴാണ് ഈ മനുഷ്യൻ അവിടെ നിന്ന് പറയുന്നത്, ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പട്ടുപരവതാനിയിൽ കിടന്നിട്ട് സുഭിഷ്ടമായ ഭക്ഷണം കഴിച്ചിട്ട് റബ്ബിനെ അറിയണമെന്ന് പറഞ്ഞാൽ, സർവശക്തനായ അല്ലാഹുവിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അറിയില്ല കേട്ടോ. റബ്ബിലേക്ക് എത്താൻ കഴിയില്ല. റബ്ബിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുകളുണ്ട്, കുറച്ച് പ്രയാസമുണ്ട്, കുറച്ച് പട്ടിണി കിടക്കേണ്ടതുണ്ട്, കുറച്ച് വിഷമങ്ങൾ സഹിക്കേണ്ടതുണ്ട്. കുറച്ച് പ്രയാസം സഹിച്ചാലേ റബ്ബിലേക്ക് എത്താൻ കഴിയൂ. എന്നാലേ റബ്ബിനെ മനസ്സിലാക്കാൻ കഴിയൂ. അല്ലാഹു നമുക്ക് തന്ന നിഅമത്തുകൾ എത്രയാണ്! അല്ലാഹു തന്ന നിഅമത്തുകളുടെ എണ്ണം എത്രയാണ്! സുബ്ഹാനല്ലാഹ്. എത്രയോ അനുഗ്രഹം അല്ലാഹു തന്നില്ലേ! എത്രയോ അനുഗ്രഹങ്ങൾ റബ്ബ് നമുക്ക് തന്നിട്ടില്ലയോ? ഭക്ഷണം റബ്ബ് തരുന്നു, വെള്ളം റബ്ബ് തരുന്നു, ആരോഗ്യം തരുന്നു, എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സംവിധാനിക്കുന്നു.
ആ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടി രാജ്യപ്പെടുന്നു. എല്ലാം ഒഴിവാക്കിയിട്ട് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ രാജ്യപ്പെടുകയാണ്. ചരിത്രത്തിൽ കാണുന്നുണ്ട്, ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളുടെ ചരിത്രത്തിൽ തന്റെ മകൾ അവിടുന്ന് ഒരിക്കൽ അന്വേഷിച്ചുകൊണ്ട് വന്നു. അത്ര ഈ വാപ്പയെ അന്വേഷിച്ചുകൊണ്ട് വന്നപ്പോ ഒരു മൈതാനിയിൽ ഇങ്ങനെ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവിടുന്ന് ചോദിച്ചു, ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന് പറയുന്നവരാണ് നിങ്ങൾക്കറിയോ? ആരാണ് ആ ചോദിക്കുന്നത് എന്നറിയോ? മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളോടാ. ഒരു ആടിന്റെ തൊലി പുതപ്പ് ആക്കിയിട്ട് അവിടുന്ന് പുതച്ചിട്ട് ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മുടിയൊക്കെ ജട പിടിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു, ഇബ്രാഹിം ഇബ്നു അദ്ഹം, ഞാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ. പറയുന്നു, ഞാൻ അങ്ങയുടെ മകനാണ്. വാപേക്ഷണിക്കാൻ മകൻ വന്നത് പറഞ്ഞു, ഇല്ല, ഞാൻ എന്റെ റബ്ബിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത്. ഞാൻ അവിടുന്ന് എല്ലാ ദുന്യവിയായ ലോകത്തെ അനുഗ്രഹങ്ങളും ഞാൻ വെടിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ഒരിക്കൽ ഇബ്രാഹിം ഇബ്നു അദ്ഹം യംശി ഫീ അസ്വാഖിൽ ബസറ, ബസറ എന്ന് പറയുന്ന നാട്ടിൽ പട്ടണത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആളുകളെല്ലാം ഓടി വന്നു ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങളുടെ അടുക്കലേക്ക്. എന്നിട്ട് പറഞ്ഞു, യാ അബാ ഇസ്ഹാഖ്, ഖാല തആല ഫിൽ ഖുർആൻ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഉദൂനി അസ്തജിബു ലക്കും, നിങ്ങൾ ദുആ ചെയ്തോ, നിങ്ങൾക്ക് ഞാൻ മറുപടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബ്. പക്ഷേ കുറെ കാലായി അല്ലാഹുവോട് ദുആ ചെയ്യുന്നു, റബ്ബ് മറുപടി തരുന്നില്ല, അല്ലാഹു ദുആ സ്വീകരിക്കുന്നില്ല. ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾ പറഞ്ഞതാ. ആ സമയത്ത് ജനങ്ങളോട് ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറയാണ്, അതേ ജനങ്ങളെ, അല്ലാഹു ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കും, അതിൽ തെറ്റില്ല. പക്ഷേ നമ്മിൽ ഒരു പ്രശ്നമുണ്ട്. ദുആ ചെയ്യുന്ന എന്തിനും നിങ്ങളിലും ഒരു പ്രശ്നമുണ്ട്. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറഞ്ഞ വാചകം വളരെ ഗൗരവത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കൊള്ളണം, തട്ടണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ മുഴുവനും ഞാൻ ഏതെങ്കിലും ദിവസങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറയാണ്, യാ അഹ്ലൽ ബസറ, ഓ ബസറ നാട്ടുകാരെ, മാതതു ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയം നശിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. ഫീ അശ്റത്തി അഷ്യാ, 10 കാര്യങ്ങൾ തൊട്ട് നിങ്ങളുടെ ഖൽബ് മരണപ്പെട്ടിട്ടുണ്ട്, ഖൽബ് മരവിച്ചിട്ടുണ്ട്. ഖസ്വത്തുൽ ഖുലൂബ്, ഖൽബിന് മരവിപ്പ് സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് മഹാനവർകൾ പറയുന്നു, കൈഫ യുസ്തജാബു ദുആഉക്കും, എങ്ങനെയാണ് നിങ്ങളുടെ ദുആ അല്ലാഹു സ്വീകരിക്കുക? 10 കാര്യങ്ങളിൽ നിങ്ങളുടെ ഹൃദയം മരവിച്ചിട്ടുണ്ട്, മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഏതൊക്കെയാണ് 10 കാര്യങ്ങൾ? മഹാനവറുകൾ 10 കാര്യം വിശദീകരിക്കുന്നു വിശദമായി. 2-3 ദിവസം പറയേണ്ട മാറ്ററാണ്. ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ഒന്ന് മാത്രമാണ് ഇത് പറയുന്നത്. ഒരേ വിഷയമാണ്, ഒരേ കാര്യം പറയുന്നുള്ളൂ. ബാക്കി 9 കാര്യങ്ങൾ മാറ്റി വെക്കും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്താൽ പറയാം. അല്ലാഹുവിന്റെ റസൂൽ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ പറയുന്നു, അറഫ്തുല്ലാഹു തആല വലം തുദൂ ഹഖഹു. ഒന്നാമത്തെ കാര്യം, ഖൽബ് മരവിച്ചു പോയി എന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ്? എല്ലാവരും പറയുന്നു, എന്താ? അല്ലാഹുവിനെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അല്ലാഹുവിനെ അറിഞ്ഞിട്ടാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. വലം തുദൂ ഹഖഹു, അവനോടുള്ള ബാധ്യതകൾ ഒരാളും വീഴുന്നില്ല, റബ്ബിനോടുള്ള കടമകൾ ഒരാളും വീഴുന്നില്ല. അല്ലാഹു പറഞ്ഞതിന്റെ എതിരാണ് ഞാനും നിങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമുക്ക് അവനെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ അവനനുസരിച്ചു കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിനെ മറന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ മുഴുവനും. അല്ലാഹു പറഞ്ഞതിന്റെ എതിരായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാഹുവേ, നിന്നെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, റബ്ബിനെ അറിയാത്തവന്റെ ഒന്നാമത്തെ ലക്ഷണം മുത്തനബി പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് കദ്ദാബ്, കളവ് പറയലാണ്, കള്ളം പറയലാണ്. ഒന്നാമത്തെ റബ്ബിനെ അറിയാത്തവന്റെ ലക്ഷണം, അടയാളം, അലാമത്ത് എന്താണ്? കളവ് പറയലാണ്. അല്ലാഹു
പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, വനജഅൽ ലഅനത്തല്ലാഹി അലൽ കാദിബീൻ. കളവ് പറയുന്നവരുടെ പേരിലാണ് അല്ലാഹുവിന്റെ ശാപമുള്ളത്. കളവ് പറയുന്നവരുടെ പേരിലാണ് അല്ലാഹുവിന്റെ ശാപമുള്ളത്, ലഅനത്തുള്ളത് എന്ന്. അല്ലാഹുവേ, ഞങ്ങളുടെ നാവ് നല്ലത് പറയുന്ന നാവാക്കി തരണേ അല്ലാഹ്. ഒരിക്കലും കളവ് പറയുന്ന നാവാക്കല്ലേ അല്ലാഹ്. മഹാനായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, അലൈക്കും ബിസ്സുദഖി ഫഇന്ന അസ്സദഖ യഹ്ദീ ഇലൽ ബിർരി. നിങ്ങൾ സത്യം പറയുന്നവരാകണം, ഒരിക്കലും നിങ്ങൾ കളവ് പറയുന്നവരാകരുത്. നിങ്ങൾ സത്യം പറയുന്നവരായാൽ ആ സത്യം നിങ്ങളെ നന്മയിലേക്കാണ് അല്ലാഹു നയിക്കുന്നത്. അതേ, ഇന്നൽ ബിർറ വൽ ബിർറ യഹ്ദീ ഇലൽ ജന്ന. നന്മ നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് നയിക്കുകയുള്ളൂ. അതുകൊണ്ട് നാവിലുണ്ട് ഒരിക്കലും നിങ്ങൾ കളവ് പറയാൻ പാടില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വമാ സാല റജുല യസ്തുഖു വയതഹറ സിദ്ഖ ഹത്താ യുഖ്തബ ഇൻദല്ലാഹി സിദ്ദീഖാ. ഒരു അടിമ, ഒരു മനുഷ്യൻ അവിടെ നിന്ന് സത്യം പറയുന്നവനാണെങ്കിൽ, നാവ് കൊണ്ട് സത്യമേ പറയുന്നുള്ളൂ എങ്കിൽ അവൻ നാളെ അല്ലാഹു എഴുതി വെച്ചിട്ടുണ്ടാകും, സിദ്ദീഖ് എന്ന പേര് എഴുതി വെച്ചിട്ടുണ്ടാകും. സത്യവാന്, സത്യസന്ധൻ എന്ന പേര് അവിടെ നിന്ന് രേഖപ്പെടുത്തും. ഇനിയോ ഒരു അടിമ വയ്യാതു വൽ കദിബ ഫഇന്നൽ കദബ യഹ്ദീ ഇലൽ ഫുജൂർ. തെമ്മാടിത്തത്തിലേക്കാണ് കളവ് നയിക്കുന്നത്. കളവ് പറയുന്നവരെ തെമ്മാടിത്തത്തിലേക്ക് നയിക്കും. നബി തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടില്ലേ, അർബഉ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസാ. നബി തങ്ങൾ പറഞ്ഞെന്താണ്, 4 കാര്യം ഒരാളിൽ ഉണ്ടെങ്കിൽ കാന മുനാഫിഖൻ ഖാലിസാ, അവൻ വളരെ വ്യക്തമായ മുനാഫിഖാണ്, തെമ്മാടിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒന്നെന്താണ്, വമൻ കാനത ഫീഹി ഖസ്ലത്തുൻ മിൻഹുന്ന കാനത ഫീഹി ഖസ്ലത്തുൻ മിനൻ നിഫാഖ്. അവൻ നിഫാഖുള്ളവനാണ് എന്ന് വിളിക്കാം. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒരാളിൽ ഉണ്ടായാൽ അവനെ മുനാഫിഖാണെന്ന പേര് അവന്റെ പേരിൽ വരും. ഏതാണ് 4 കാര്യങ്ങൾ? ഒന്ന്, ഇദാ ഹദ്ദസ കദബ. ആദ്യം പറഞ്ഞത് അല്ലാഹുവിന്റെ റസൂല്, അവര് വായ തുറന്നാൽ കളവേ പറയുകയുള്ളൂ. ഇദാ ഹദ്ദസ കദബ, അവന് സംസാരിക്കാൻ തുടങ്ങിയാൽ അവന് കളവ് പറയും. ഇങ്ങനെ കളവ് പറയുന്നവനാണോ അല്ലാഹ് അവനെ മുനാഫിഖിന്റെ ലിസ്റ്റിൽ അവിടുന്ന് പെടുത്തുന്നു. ഏതൊക്കെ കോലത്തിലാ കളവുകള്, ഏതൊക്കെ കോലത്തിലാ കളവുകള്. സുബ്ഹാനല്ലാഹ്. ഇതിനിടയ്ക്ക് ഒരു വീഡിയോ കണ്ടു ഞാൻ യൂട്യൂബില്, വാട്സപ്പിലൂടെ ഒരാള് ഒരു ബിൽഡിങ്ങിന്റെ ഷെയറിന് വേണ്ടിയിട്ട്, ബിൽഡിംഗ് നടത്താൻ വേണ്ടിയിട്ട്, ഒരു ബിൽഡിംഗ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ഇട്ടതാ. അങ്ങനെ ആ വീഡിയോ നോക്കിയപ്പോ മഞ്ചേശ്വരം ഭാഗത്ത്, എന്നാൽ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തോന്നുന്നത് കുറച്ചു മുമ്പാണ്, ഈ വീഡിയോ മുഴുവൻ യൂട്യൂബ്, വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഷെയർ ആകുന്നുണ്ട്. അവിടുന്ന് പണങ്ങൾ ഇങ്ങനെ പൈസക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പിരിവുണ്ടാക്കാൻ ഇതിലൂടെ. അതിൽ പറഞ്ഞിട്ടുണ്ട് എന്തെന്നറിയോ, 60ഓളം ഇൽമു പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുള്ള, 40ഓളം മുഹാഫിദീങ്ങളുള്ള ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ അകമറിഞ്ഞ് സഹായിക്കണം. ഞാനോ നിങ്ങളോ മനസ്സറിഞ്ഞിട്ട് സ്കാനർ കാണുമ്പോ സുബ്ഹാനല്ലാഹ്, നല്ല ദീന് പഠിക്കുന്ന ഹാഫിദീങ്ങൾ, ഖുർആൻ പഠിക്കുന്ന സ്ഥാപനമല്ലേ. എനിക്കൊന്നും എന്റെ 100 രൂപ ഇതിലേക്ക് കിട്ടിയാൽ, ആ ബിൽഡിങ്ങിലേക്ക് കിട്ടിയാൽ വലിയ സന്തോഷമല്ലേ. ഈ റാഹത്തിൽ നല്ല മനസ്സോടെ നമ്മൾ അവിടുന്ന് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ സ്ഥാപനത്തെ കുറിച്ചിട്ട് ഞാൻ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, വലിയ പണക്കാരനാണ്, പൈസക്കാരനാണ്. അയാൾ ഇങ്ങനെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെ കുറെ സംസാരിച്ചതിന്റെ ഇടയിൽ എന്നോട് പറഞ്ഞു, ഉസ്താദെ നമുക്കൊന്ന് ആ സ്ഥാപനത്തിലേക്ക് പോകണം, ആ ബിൽഡിങ്ങിന്റെ പണിയൊന്ന് പൂർത്തിയാക്കി കൊടുക്കണം, കഴിയുമെങ്കിൽ അത് മുഴുവനും ഞാൻ ഏറ്റെടുക്കാൻ പോവാണ്, നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്, നല്ലൊരു സ്ഥാപനമല്ലേ, പോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വണ്ടിയിൽ പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോയി. ആ സ്ഥാപനത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ അന്വേഷണം നടത്തി എവിടെയാണ് ഈ സ്ഥാപനമെന്ന്. അങ്ങനെ ചെന്നു നോക്കി, സുബ്ഹാനല്ലാഹ്, വെറും 4 മുതഅല്ലിമീങ്ങൾ മാത്രം ആ സ്ഥാപനം
സ്ഥാപനത്തിലുള്ളത് വെറും 4 മുത്തഅല്ലിമീങ്ങള്. എത്രയാ മുത്തഅല്ലിമീങ്ങളെ പറഞ്ഞത്? 60 മുത്തഅല്ലിമീങ്ങള്. ഒരു കെട്ടിടം, നല്ല സ്ഥാപനം, നല്ലൊരു കെട്ടിടമുണ്ട്. അപ്പുറത്ത് ചെറിയ ഒരു ബിൽഡിംഗ് ഉണ്ട്. ഈ ബിൽഡിങ്ങിന്റെ ഫോട്ടോസ് മാത്രം ഇട്ടിട്ട് വീഡിയോ ഉണ്ടാക്കി 60ഓളം മുത്തഅല്ലിമീങ്ങളുണ്ട്, 40ഓളം ഹാഫിദീങ്ങളുണ്ട്. അവിടെ 4 മുത്തഅല്ലിമീങ്ങളാണുള്ളത്. ഇയാൾ അവിടെ നിന്ന് ഒരാൾ അടുത്ത് വിളിച്ചു, ഒരു മുത്തഅല്ലിമിനെ അടുത്ത് വിളിച്ചു. ഇത് അനുഭവമാണ്, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അവിടെ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, അല്ല മോനെ, ഇവിടെ എത്ര മുത്തഅല്ലിമീങ്ങളുണ്ട്? ഹാഫിദീങ്ങളുണ്ടോ? ഇയാളെല്ലാം അന്വേഷിച്ചു, ഇല്ല. എന്നിട്ടോ ബാക്കി വിഷയങ്ങൾ പറയാൻ ഇറക്കുകയാണ്. ഒരു നാടനായ ഒരു മനുഷ്യൻ അവിടുന്ന് ചെല്ലുന്നു, സ്ഥാപകനെ കാണുന്നു. കണ്ടിട്ട് അദ്ദേഹത്തോട് പറയുന്നു, ഉസ്താദേ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സത്യസന്ധമായി ചോദിച്ചാൽ തരുന്നവരാണ് ഞങ്ങള് വീഡിയോവും മറ്റും കണ്ടിട്ട് ആലിമീങ്ങളെ, അവിടുന്ന് മുത്തഅല്ലിമീങ്ങളെ ബഹുമാനിച്ചിട്ടാണ് ഞങ്ങൾ നൽകുന്നത്. ഒരിക്കലും കളവ് പറഞ്ഞിട്ട് പണമുണ്ടാക്കരുത്, പിരിവുണ്ടാക്കരുത്. എത്രയോ സ്ഥാപനങ്ങളുണ്ട്, എത്രയോ സ്ഥാപനങ്ങളുണ്ട്. അതൊരു ബിസിനസ്സായിട്ട് കാണുന്ന ആളുകള്, സ്ഥാപനം ഒരു ബിസിനസ്സായി കാണുന്നവരുണ്ട്. വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമല്ലേ? 4 മുത്തഅല്ലിമീങ്ങളുള്ള സ്ഥാപനത്തിൽ അതിന് 5 മുത്തഅല്ലിമീൻ എന്ന് പറഞ്ഞിട്ട് പോലും പിരിവുണ്ടാക്കാൻ പറ്റൂല. ഒരു മുത്തഅല്ലിമിന് വേണ്ടി ഇട്ടുകൊടുത്ത പണം അത് ഹറാമാണ്. 60 മുത്തഅല്ലിമീങ്ങളുടെ പേര് പറഞ്ഞിട്ട് പിരിവുണ്ടാക്കിയാൽ അത് കടുത്ത ഹറാമ് തന്നെ. അത് കഴിക്കാൻ പറ്റൂല, ഹറാമായ ഭക്ഷണമാണ്. ഏതെങ്കിലും ബാപ്പയുടെയും ഉമ്മയുടെയും മക്കളെ കൊണ്ടുപോയി സ്ഥാപനത്തിലിടുന്നു, ഇൽമു പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇടുന്നത്. ഈ മക്കൾക്ക് ഹറാമ് വീതിക്കുക എന്നത് വല്ലാതെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, സൂക്ഷിക്കേണ്ട വിഷയമാണ്. സ്ഥാപനം നടത്തുന്നവരും അതുപോലെ മറ്റുള്ള ദർസുകൾ നടത്തുന്നവരും ചിന്തിക്കണം. കളവ് പറഞ്ഞിട്ട് പിരിവുണ്ടാക്കാൻ പാടില്ല. ഒരിക്കലും കളവ് പറയരുത്, സത്യസന്ധമായി പറഞ്ഞിട്ട് അവിടെ ഉണ്ടാക്കണം. ചില ആളുകളുണ്ട് 4 മുത്തഅല്ലിമീങ്ങളുണ്ടെങ്കിൽ 4 ആള് 4 ഭാഗത്ത് റസീത് പിടിച്ചോണ്ടോ, 4 ആള് അല്ല 4 ആളുകള് കലണ്ടർ പിടിച്ചോണ്ടോ. 24 മണിക്കൂറും റസീത് കലണ്ടർ വെക്കൽ തന്നെയാണ്. അങ്ങനത്തെ ഓരോ സ്ഥാപനങ്ങളുണ്ട്. ഈ 4 മുത്തഅല്ലിമീങ്ങളോ 6 മുത്തഅല്ലിമീങ്ങളോ ഉണ്ടെങ്കിൽ ഈ മുത്തഅല്ലിമീങ്ങൾക്ക് എന്താ പണി? റസീത് പിടിച്ചിട്ട് സ്ഥാപനത്തിന് പിരിവുണ്ടാക്കലാണ്. ദർസ് പഠിക്കുന്ന സമയത്ത് മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ വലിയ മഹാനാണ്, വലിയ പവറുള്ള മഹാനാണ്. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ദർസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ വടകര മുഹമ്മദ് അലി വന്നിട്ട് കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞു, അത്രേ മഹാനായ ഉസ്താദിനോട് പറഞ്ഞ സംഭവം. കണ്ണിയത്ത് ഉസ്താദിനെ വിളിച്ചിട്ട് അവിടുന്ന് വടകര മുഹമ്മദ് അലി പറഞ്ഞല്ലോ, ഉസ്താദെ ഖിദർ നബി വന്നിട്ടുണ്ട്, ഇപ്പൊ വന്നാൽ നിങ്ങൾ കാണിച്ചു തരാം. മഹാനായ കണ്ണിയത്ത് ഉസ്താദ് ദർസ് എടുക്കുന്നുണ്ട്, ദർസ് നടത്തുകയാണ് മഹാനവർകൾ. അവിടുന്ന് പറഞ്ഞു, ഇല്ല, എന്റെ ദർസ് കഴിയാതെ സബക്ക് കഴിയാതെ എനിക്ക് വരാൻ പറ്റൂല. ആരെ കാണാനാ വിളിച്ചത്? ഖിദർ നബിനെ കാണാൻ. ജീവിതത്തിൽ പിന്നീട് കാണാൻ പറ്റുമോ? നമ്മളാണെങ്കിലോ സുബ്ഹാനല്ലാഹ് ബന്ധുമായി മടക്കി വെച്ചിട്ട് പോവുകയാണ്. ഞാൻ ഖിദർ നബി ഉള്ളത് നമ്മൾ ദർസോ എന്തോ എന്നൊന്നും പോലെ ഇഖ്ലാസില്ല. മഹാന്മാർ വലിയ ഇഖ്ലാസിന്റെ പവിത്രതയുള്ള മഹാന്മാരായിരുന്നു. സുബ്ഹാനല്ലാഹ്, ദർസ് ചൊല്ലിക്കൊടുക്കേണ്ട സമയത്ത് പിരിവിന് വേണ്ടി പറഞ്ഞേക്കുന്നവരുണ്ടോ? അത് കടുത്ത ഹറാമു തന്നെ. കാരണമെന്തേ? ആ ഭക്ഷണത്തിന് കൊടുത്ത പണം ഹറാമാണ്. പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ, ഭക്ഷണത്തിന് വേണ്ടിയിട്ടല്ലേ പണം കൊടുത്തത്? ഈ ബിൽഡിംഗ് കെട്ടിയതിന് വേണ്ടിയിട്ടല്ലേ? ഒരിക്കലും തന്നെ പഠിക്കുന്ന സമയത്ത്, ഇൽമു പഠിക്കുന്ന സമയത്ത്, ദർസ് നടക്കേണ്ട സമയത്ത് ഒരു മുതഅല്ലിമിനെയും ഒരാളെയും അവിടുന്ന് റെസിപ്റ്റ് കൊടുത്തുകൊണ്ട് പറഞ്ഞയക്കാൻ പാടില്ല. കലണ്ടർ കൊടുത്ത് പറഞ്ഞയക്കാൻ പാടില്ല. ദർസിൽ ഉള്ള സമയങ്ങളിലല്ലാതെ അത് ചെയ്യാൻ പാടില്ല. പല സ്ഥാപനത്തിന്റെയും റമദാനിൽ കലണ്ടറുകളും റെസിപ്റ്റുമായിട്ട് വരാറുണ്ട്. അത് ദർസ് ലീവുള്ള സമയങ്ങളാണ്. അതുപോലെ ചെറിയ പെരുന്നാളിന്റെ ലീവുള്ള സമയങ്ങളിൽ വരാറുണ്ട്. ദർസുകൾ അവധിയുള്ള സമയങ്ങളിൽ നമുക്കതിന് വേണ്ടി പറഞ്ഞയക്കാം. അല്ലാതെ ദർസിന്റെ സമയത്ത് ഒരിക്കലും ഇതുപോലെയുള്ള കടുത്ത തെറ്റ് ചെയ്യാൻ പാടില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വീണ്ടും നബിതങ്ങൾ പറയുന്നു, ഇയ്യാകും വൽ കദിബ ഫഇന്നൽ കദിബ മുജാനിബുൽ ഈമാൻ. കളവ് പറയുന്നവൻ ഒന്ന് പറഞ്ഞു, പിന്നെ ഞാൻ
ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പച്ചക്കളവ് പറയുന്നവൻ, കള്ളം പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നവൻ, കള്ളപ്രചരണം നടത്തുന്നവൻ, കളവ് പറയുന്നവനെ ചിന്തിക്കണം. അവന് ഈമാൻ അകന്നു പോകും, അവന്റെ ഈമാൻ അല്ലാഹു അകറ്റുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല നമ്മളെ കാക്കുമാറാവട്ടെ. വൈലുൽ ലില്ലദീ യുഹദ്ദിഥു വയക്ദിബു ലിയദ്ഹക ബിഹിൽ ഖൗം വൈലുൽ ലഹു വൈലുൽ ലഹു. നിങ്ങൾ പറയുന്ന ഗൗരവം നോക്ക്. നിങ്ങൾ ചിരിക്കാൻ വേണ്ടിയിട്ട് പോലും ഒരു ചെറിയ കളവ് പറയാൻ പാടില്ല. ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് പോലും കളവ് പറയാൻ പാടില്ല. അവനിക്ക് നാശമാണെന്നോ നബിയുനാ റസൂലുള്ളാഹി. ഒരിക്കലല്ലേ നബി തങ്ങൾ മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ അവിടെ നിന്ന് മിഠായി ഉണ്ടെന്നോ മറ്റു മധുരമുണ്ടെന്നോ പറഞ്ഞിട്ട് കളവ് പറഞ്ഞിട്ട് ചെറിയ മക്കളെ അടുത്തേക്ക് വിളിക്കാൻ പാടില്ല. കളവാണത്. കേട്ടതെല്ലാം പറയുക. വാട്സാപ്പിൽ വന്നാൽ അത് എന്താണെന്ന് വായിച്ചു നോക്കാതെ അവിടുന്ന് ഷെയർ ചെയ്യുക. എന്താണെന്ന് പോലും വായിച്ചു നോക്കാറില്ല. കേട്ടതെല്ലാം പറയുക, കണ്ടതെല്ലാം പ്രചരിപ്പിക്കുക. വാട്സാപ്പിൽ വന്നു എന്തെങ്കിലും എഴുതിയിട്ട് എന്താണെന്ന് വായിക്കൂല, അങ്ങനെ തന്നെ ഷെയർ ചെയ്യും. നമ്മൾ അങ്ങനെ തന്നെ ഷെയർ ചെയ്യുകയാണ്. വാട്സാപ്പുകളിൽ വരുന്ന ന്യൂസുകൾ മുഴുവനും ശരിയായി കൊള്ളണമെന്നില്ല. അതുകൊണ്ട് വാട്സാപ്പിൽ വരുന്ന ന്യൂസുകൾ മുഴുവനും അവിടുന്ന് പ്രചരിപ്പിക്കാൻ പാടില്ല. അപ്പൊ തന്നെ അവിടുന്ന് പ്രചരിപ്പിക്കാൻ പാടില്ല. അതിന്റെ സത്യസന്ധതയും നിജസ്ഥിതിയും ഒക്കെ അന്വേഷണം നടത്തിയിട്ട് അത് അവിടുന്ന് പ്രചരിപ്പിക്കാൻ പാടുള്ളൂ. അല്ലാഹു നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ എന്റെ വിഷയം നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് കിടക്കുന്നു. നമ്മുടെ ഉദയ്ഫ് 5 കിലോ കോഴിയിൽ അടുത്ത മാസത്തേക്ക് ഇൻഷാ അല്ലാഹ് ഏറ്റെടുത്തിട്ടുണ്ട്. എന്ത് കാരണം പറഞ്ഞതോ മറന്നു. വീടിന്റെ പണി പെട്ടെന്ന് നോക്കിയാണ്. നിങ്ങൾ ഗർഭിണിയാണ്. അല്ലാഹു തആല സുഖപ്രസവം കൊടുക്കുമാറാവട്ടെ. ഒരു പ്രയാസമില്ലാതെ അല്ലാഹു സുഖപ്രസവം കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ മൂസ കരീമിന്റെ മൂത്തോടെ ഭർത്താവലെ ഭാര്യന്റെ മൂത്തോടെ ഏട്ടന്റെ ഭാര്യല്ലേ, മൂത്തോന്റെ ഭാര്യ പെഞ്ഞായി മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് വിവരം പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. ഒരു പെണ്ണുങ്ങൾ നടുനമ്പലം മാറാൻ വേണ്ടിയിട്ട് സംഭാവന അല്ലാഹു ഈ വേദനകളെല്ലാം മാറ്റണം. മുഹമ്മദ് ഉസ്താദ് ഉമ്മാക്ക് ആഫിയത്തും ആരോഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹുവേ നീ ആഫിയത്തിലും ആരോഗ്യത്തിലും ആക്കണം റഹ്മാനെ. അല്ലാഹ് കൂടുതൽ സമയം അവിടുന്ന് വലിയ രോഗികളായി കിടത്തിക്കളയല്ല റഹ്മാനെ. നല്ല ആഫിയത്തും ആരോഗ്യവുമാക്കി അല്ലാഹുവേ രോഗത്തിന് പൂർണ്ണമായ ശിഫാ കൊടുക്കണം റഹ്മാനെ. വേദനകളൊക്കെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. റാഹത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ. സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. അതുപോലെ ആഫിയത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. അതുപോലെ ദേശത്തിന്റെ ഭാര്യ മരിച്ചതിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്ത് അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. നീ സ്വീകരിക്കണേ അല്ലാഹുവേ ആഫിയത്തിലും ആരോഗ്യത്തിലും ആക്കണം റഹ്മാനെ. ആ മരണപ്പെട്ടു പോയ സഹോദരിക്ക് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. സഹോദരിയുടെ കബറടത്തി സന്തോഷത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. റാഹത്തിലാക്കി കൊടുക്കണം റഹ്മാനെ. അതുപോലെ ഇന്നത്തെ കുടിക്കുന്നത് സംഘ അനീപ്പാണ് ഇൻഷാ അല്ലാഹ്. അനീപ്പന്റെ ഉമ്മയുടെ കബറിലേക്ക് ഉമ്മയുടെയും വാപ്പയുടെയും കബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. കബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ അമീറാക്കാന്റെ അളിയന്റെ മക്കള് 25 കിലോ, ഒരു മകൾ 25 ചാക്ക് സിമന്റ്, 2 മക്കള് 10 ചാക്ക് സിമന്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മദ്രസയുടെ പണിക്ക് വേണ്ടിയിട്ട് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആ വാപ്പയുടെ കബറിലേക്ക് അല്ലാഹു അത് എത്തിച്ചു കൊടുക്കട്ടെ. കബർ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഒരു പെണ്ണുങ്ങള് ഓപ്പറേഷൻ ഉണ്ട്, അത് റാഹത്തിലാവാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് അല്ലാഹു തആല സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഒരു പ്രയാസവും ബുദ്ധിമുട്ടില്ലാതെ അല്ലാഹു റാഹത്തിലും സന്തോഷത്തിലാക്കട്ടെ. പൂർണ്ണമായ ശിഫാ അല്ലാഹു രോഗത്തിന് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമ്മാക്ക് കുടുംബത്തിന് തടിക്ക് ആഫിയത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് 500 രൂപ മരിച്ച ആളുകളുടെ പേര് മരിച്ച ആരല്ലോ ഉപ്പ, കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. ആ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.
എല്ലാ വിഷയത്തിലും സന്തോഷം കൊടുക്കണം റഹ്മാനെ. വീടിലും കുടിയിലും ഒക്കെ അള്ളാഹു വലിയ ബറക്കത്തും സന്തോഷവും കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. കിടാവിന് എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അള്ളാഹുവിനെ റാഹത്തിലാക്കി കൊടുക്കണേ അള്ളാഹു. വിശുദ്ധമായ പള്ളിയുടെ ബർക്കത്ത് കൊണ്ട്, മഹാന്മാരായ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് എന്ത് രോഗമാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നീ മാറ്റി സന്തോഷം കൊടുക്കണം റഹ്മാനെ. സാപ്പി ബദരിയ ഗ്രൗണ്ട് ജലീലുകാരെടുക്കാം, ഉദയം 5 kg, മജീദ് 5 kg, ഇംതിയാസ് 5 kg, അഷ്റഫ് സക്കാഫ് 5 kg, നാസർ ബദരിയ ഗ്രൗണ്ട് 5 kg, ഫാറൂഖ് യൂസുഫ് 5 kg, അനീഫ് ബദരിയ ഗ്രൗണ്ട് 5 kg, ഫാറൂഖ് ബദരിയ ഗ്രൗണ്ട് 5 kg, മോണിച്ച 5 kg, റസാഖ് ബദരിയ ഗ്രൗണ്ട് 5 kg. ആയാ മതിയാ? ഫാറൂഖ് 5 kg. അടുത്തതൊക്കെ ഒരു പെണ്ണുക്ക് 5 kg, ഷാഹിദ് 5 kg, 15 kg അല്ലേ? ഉദയം 5 kg. എത്രയിലായി? 20 kg. എത്ര വേണം? മതിയാ? 20 ഒരു 5 kg പറയും. 20 kg 2 മിനിറ്റ് പറയാം അല്ലേ? 5 kg 5 kg പറയാം പറയാം. റമദാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതാ 19 അല്ലെ? 19 ഗ്യാസിൽ തന്നെ കുടിച്ചിട്ട് ചേച്ച 50 നല്ല ഒറിജിനൽ ഞാൻ കണ്ടാവുന്ന ഇതാ 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 എത്ര? 50 രൂപ. പേരല്ലേ? കറി വെക്കുന്നില്ലേ? പറയും ഇതാ 50 51 100 രൂപ. അതാ 100 രൂപ. നല്ല കോഴിക്കറി ഒക്കെ കൊടുക്കുക. 100 രൂപ. 1 100 രൂപ. 2 100 രൂപ. 3 നല്ല നല്ല നാടൻ വലിയ കറി ഇച്ചിരി കൊണ്ട് വരും. പഞ്ചാര 100 രൂപ. 100 രൂപ. 4-5 കിലോ തൊട്ട് വേദ 100 രൂപ. 100 200 200. അള്ളാഹു കബൂലാക്കണം റഹ്മാനെ. 200 200 ഞാൻ പറയും 200. ഷുഗറുള്ളതല്ലേ? 200 മുസൽമാന 200 200 1 200 2 200 3 നല്ല എണ്ണ ഒറിജിനൽ എണ്ണ 1 ലിറ്റർ 100 രൂപ. 100 രൂപ വേണം? വേണ്ട. എണ്ണ തേക്കില്ല. 100 150 150 150 150 150 200 160 160 200 അല്ലാഹു അക്ബർ 200 ഒന്നും വേണം. അപ്പൊ ഈ അനുസരിച്ചിട്ട് പ്രത്യേകിച്ച് മാത്രം പിടിച്ചൊക്കെ 200 210 210 210 210 210 210 210 210 പ്രത്യേകം വരയ്ക്കാനുള്ളത് ഒരു ഉബൈദ് 5 kg. അള്ളാഹു സ്വീകരിക്കണം റഹ്മാനെ. സന്തോഷത്തിലാക്കണം റഹ്മാനെ. റാഹത്തിലാക്കണം റഹ്മാനെ. പിന്നെ ഒരു 3 ആഴ്ചക്കാലായി രാത്രിയും പകലുമായിട്ട് നമ്മുടെ മദ്രസക്ക് വറക്കാൻ വേണ്ടിയിട്ടുള്ള പൊയ്യെ ഇത്ര 6 ലോഡല്ലേ? ഇത്ര 6 ലോഡല്ലേ? 4 അല്ലല്ലോ പൊയ്യ. എത്ര? 5 ലോഡ്.
5 ലോഡ് പോയി രാവിലെ 12 മണിയോടെ പോയി ഒന്ന് മുത്തു പിന്നെ മറ്റാട് വരുന്നത് ഇസ്മായിൽ റഫീഖ് ഏതായാലും വർക്കത്തിലാക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ, റാഹത്തിനും ഹൈറിലും ആക്കി കൊടുക്കുവാനാവട്ടെ, വലിയ സന്തോഷം അല്ലാതെ കൊടുക്കുവാനാവട്ടെ. പൈസ കൊടുത്തിട്ടില്ല എന്നൊരു വലിയ സന്തോഷമാണ്, എന്തോ ഒരു സന്തോഷമാണ്. ഏതായാലും അല്ല അതൊക്കെ നമ്മൾ കൊടുക്കട്ടെ, അവതാരം കൊടുത്താൽ മതി. അള്ളാഹു വലിയ വർക്കത്തിലാക്കട്ടെ. ചിലപ്പോ പൈസ ഭയങ്കരമാവും, അള്ളാഹു തആല വലിയ സന്തോഷം നൽകുമാറാവട്ടെ. ഏതായാലും ഇപ്പൊ പള്ളിക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച, പള്ളിക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്ത ഒരുപാട് ആളുണ്ട്. ഇവിടെ കച്ചറയിട്ട പയ്യനെ എടുക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം ഒരുപാട് പ്രവർത്തനങ്ങൾ, ചെറിയ ചെറിയ പ്രവർത്തനമൊന്നുമല്ല, നല്ല 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 പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല വലിയ സന്തോഷവും റാഹത്തിലും ആക്കി തന്നെ പള്ളിന്റെ പണി നോമ്പിന് മുന്നേ പൂർത്തിയാക്കണം. പെട്ടെന്ന് പൂർത്തിയാക്കണം പള്ളിന്റെ പണി. ബദരീകളുടെ വർഗത്തുകൊണ്ട് അല്ലാഹു തആല കമ്മിറ്റിക്കാരുടെ എല്ലാ പ്രവർത്തനങ്ങളും നാട്ടുകാരുടെ ഒക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് അവരുടെ ബാങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെ പ്രചോദനം ഉണ്ടാവണം. ഒരുപാട് 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 ആളുകൾ നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത, ഒരുപാട് പള്ളി ഭരിച്ച ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ പള്ളിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ആയിട്ട് അവരൊക്കെ പള്ളിക്ക് തന്നെ വേണ്ടി വായിക്കുന്ന ഒരുപാട് ആളുകൾ. അതുപോലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ മുമ്പ് കാലത്തൊക്കെ പള്ളിയുടെ സേവനങ്ങൾ ചെയ്ത മൂസനെ പോലത്തെ അമീനാജിനെ പോലത്തെ, അതുപോലെ ഒരുപാട് ആളുകൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തവരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു വലിയ തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ, വലിയ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. പ്രത്യേകം നമ്മൾ പറയേണ്ടത്, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പള്ളിയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ആളുകൾ പല ആളുകളും ഇന്ന് മരിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ ചിലപ്പോൾ ഉപ്പമാരായിരിക്കാം, അല്ലെങ്കിൽ ഉപ്പാപ്പമാരായിരിക്കാം. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഈ പള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്നത് അവിടെ മരിച്ചു കിടക്കുന്നവർക്ക് അവർക്കാണ്. ഞങ്ങൾ ചെയ്ത പള്ളിയെ ഞങ്ങളുടെ മക്കൾ, പേരമക്കൾ, പുള്ളിമക്കൾ ഇവരൊക്കെ അൽഹംദുലില്ലാഹ് വലിയ സേവനങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന ചിന്തയിൽ വലിയ സന്തോഷം ഉണ്ടാവും. ചെറുപ്പമാരൊക്കെ ഉപ്പമാരുണ്ടായിട്ട് പള്ളിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 300 കൊല്ലം മുമ്പ് വയക്കോട് പള്ളിന്റെ ഇങ്ങനെ കഥ പറയുമ്പോൾ ഒരാൾ പറഞ്ഞു, എന്റെ ഉപ്പ പുറത്തോട്ട് വന്ന മേരവസ്ഥ ഉണ്ടായിരുന്നു. എന്റെ ഉപ്പ കാട്ടുന്നു വരും പുറത്തോട്ട് വന്ന മരോ, ഇവിടെ എടുത്ത മരമൊക്കെ ചിലപ്പോ കാട്ടുന്നു കൊണ്ടുപോയി കൊത്തിയിട്ട് കൊണ്ടുവന്ന മരമായിരിക്കും നമ്മുടെ ഉപ്പമാരൊക്കെ. എന്തൊരു പ്രവർത്തനായിരിക്കും. ആ കല്ലുകളൊക്കെ നമ്മൾ ഇന്ന് ആളുകളെ കൂയിൽ വെച്ച് കെട്ടിക്കുന്നു. അത് സ്വന്തം അവരെന്നെ കെട്ടി, അവരെന്നെ തറയുണ്ടാക്കി, അവരെന്നെ തറ കലക്കി. അതും വെള്ളമില്ലാത്ത സമയം എവിടുന്നോ വെള്ളം കോരി കൊണ്ടുവന്നിട്ട് ഹൗദ് നിറച്ച സമയം ഉണ്ടായിരുന്നു. എന്നോട് മലയാളം പറഞ്ഞില്ല, എവിടുന്നല്ലോ ഹൗദിലേക്ക് വെള്ളം കോരി കൊണ്ടുവന്നിട്ട് ഹൗദ് നിറച്ചിട്ടുണ്ട്. ഈ മണ്ണെല്ലാം എടുക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞിരിക്കും, അതൊക്കെ കൈക്കോട്ടിൽ കൊത്തിയിട്ട് അല്ലെ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോയി അപ്പുറമിട്ട ആളുകൾ എത്ര എത്ര ആളുകൾ ഇപ്പോഴും ഇവിടെ ഇരിക്കുന്ന ആളുകളെ കൂട്ടത്തിൽ എത്ര നല്ല നല്ല സേവനം. അതാ അവരൊക്കെ കുറെ കഥ പറയാനുണ്ട്. പറഞ്ഞിക്ക് പള്ളി തന്നെ ചരിത്രം പറയാനുണ്ടോ? അല്ലാഹുവേ നീ സ്വീകരിക്കുന്ന റഹ്മാനെ കബൂലാക്കണേ അല്ലാഹ്. എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിച്ചവരാണ്, എല്ലാവരും അതിനുവേണ്ടി അധ്വാനിച്ചവരാണ്. അല്ലാഹ് നീ സ്വീകരിക്കണം റഹ്മാൻ. എല്ലാവരും ആത്മാർത്ഥമായ ആമീൻ പറയും. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മൂസക്ക് കുറച്ച് ചെറിയ നടുവിലൊക്കെ നൊമ്പരമുണ്ട്. പണ്ട് നല്ല കൂട്ടപ്പന ആരോ പറഞ്ഞു നല്ല ഇവിടേക്കുള്ള മരക്കല്ല, ഇപ്പൊ എന്തോ തടിയെല്ലാം കൂടിയത്. അല്ലാഹു ആഫിയത്തിലാക്കട്ടെ, ആരോഗ്യത്തിലാക്കട്ടെ. ഒരുപാട് നല്ല ഓഫറുള്ള ആളുകളെല്ലാം ഉണ്ടാവും. ഇൻഷാല്ലാ ഒക്കെ കൂടിയിട്ട് പള്ളിന്റെ പണി ഇൻഷാല്ലാ കൊണ്ടുപോയി നല്ല പാങ്ങല പൂർത്തിയാക്കണം. ഇപ്പൊ ആഫിയത്തില്ല, നല്ലോണം നടുവേദന എന്നൊക്കെ പറഞ്ഞിട്ട് ദ്വാരക്കാരൻ കുറെ ബോർഡ് വരുന്ന ആരോഗ്യത്തിലാകട്ടെ. അള്ളാഹു ഒരുപാട് പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു ആരോഗ്യം കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഒരുപാട് രോഗങ്ങളുള്ളവരുണ്ട്, കൈകാല കടച്ചിലൊക്കെ ഉള്ള ആളുകളുണ്ട്. അള്ളാഹു നീ ശിഫയാക്കണം റഹ്മാനെ, ആഫിയത്തിലാക്കണം റഹ്മാനെ, ആരോഗ്യത്തിലാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമർറഹ്മാനായ മലിക്കുൽ ജബ്ബാറായ രാജസീദായ മാലിക്കുൽ മുൽക്കായ റബ്ബേ, പാപങ്ങളാണ് അല്ലാഹ്, പാപികളാണ് അല്ലാഹ്, ദോഷികളാണ് അല്ലാഹ്. അറിയാതെയും അറിഞ്ഞും ഒരുപാട് തെറ്റുകൾ ദോഷങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനെ. അല്ലാഹ് അറിവുകേട് കൊണ്ട് സാഹചര്യത്തിന് അടിമപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ വന്നതാണ് റബ്ബേ. നീ പൊറുക്കണേ റബ്ബേ, നീ പൊറുക്കണേ അല്ലാഹ്, നീ മാപ്പാക്കണേ അല്ലാഹ്,
നീ മാപ്പ് ചെയ്യണേ റബ്ബേ. അല്ലാഹ് ഞങ്ങളുടെ മനസ്സ് കൽബ് നീ ക്ലിയർ ആക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കൽബ് നീ ക്ലിയർ ആക്കണേ റബ്ബേ. അല്ലാഹ് ഞങ്ങളുടെ കൽബ് നീ ക്ലിയർ ആക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, നല്ല നല്ല പ്രവർത്തനങ്ങൾ, നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. നല്ല നല്ല ദിവസങ്ങൾ വരുന്നുണ്ട്, നല്ല നല്ല നാളുകൾ വരുന്നുണ്ട് അല്ലാഹ്. നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണം റഹ്മാനെ. തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാഹ്. ഇസ്സത്ത് നിലനിർത്തണേ അല്ലാഹ്. ഫളീഹത്തിലാക്കല്ലേ അല്ലാഹ്. ആരുടെ മുമ്പിലും തലകുനിക്കുന്ന ഒരു അവസ്ഥ നൽകല്ലേ റഹ്മാനെ. ഞങ്ങളുടെ ജോലിയിൽ, കച്ചവടത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യ മക്കളിൽ, കൃഷിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ സർവ്വ ഏർപ്പാടിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ റഹ്മാനെ. അല്ലാഹ്, ഒരുപാട് ഉമ്മമാർ കത്തില് ചുട്ടുകൊണ്ടുവന്ന ഉമ്മമാരുണ്ട്, നീ ആഫിയത്തിലാക്കണേ അല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അല്ലാഹ്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹ്, ഉമ്മമാർ ഇറച്ചി ഏറ്റെടുത്തവരുണ്ട്, അതുപോലെ പള്ളിയുടെ പണിക്ക് വേണ്ടി സംഭാവനകൾ ഏറ്റെടുത്തവരുണ്ട്, രോഗികളായ ആളുകളുണ്ട് അല്ലാഹ്. നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ റഹ്മാനെ. ദീനിന്റെ ഖാദിമീങ്ങളാക്കി മാറ്റണേ അല്ലാഹ്. നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വിഭാഗത്തിൽ അല്ലാഹുവേ നീ പെടുത്തണേ റഹ്മാനെ. നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വവിധ പാപങ്ങളും പൊറുക്കണേ റഹ്മാനെ. നീ പൊറുക്കണം റഹ്മാനെ. നീ മാപ്പാക്കണേ അല്ലാഹ്. നിന്നെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹ്, നിന്നെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹ്, മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ക്യാൻസർ, എയ്ഡ്സ്, ട്യൂമർ പോലെയുള്ള മാരക രോഗങ്ങളെ തൊട്ട് അല്ലാഹ്, ഓപ്പറേഷന് വിധേയമാക്കുന്ന രോഗങ്ങളെ തൊട്ട്, കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് അല്ലാഹ്, മറ്റുള്ളവരുടെ മുമ്പിൽ ഔറത്ത് വെളിവാകുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സലാമത്താക്കണേ അല്ലാഹ്. സലാമത്താക്കണേ അല്ലാഹ്. അല്ലാഹ്, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആക്സിഡന്റ് മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. റോഡിൽ ചിന്തിച്ച് കിടക്കുന്ന മരണങ്ങളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. ആരോഗ്യം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരുടെ രോഗങ്ങൾക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങളുടെ കുടുംബത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. അല്ലാഹ്, ഉമ്മമാര് സുഖമില്ലാത്തവരുണ്ട് അല്ലാഹ്, നീ ആഫിയത്തിലാക്കണേ റബ്ബേ. രോഗത്തിന് ശിഫാ കൊടുക്കണേ അല്ലാഹ്. രോഗത്തിന് ശിഫ കൊടുക്കണേ അല്ലാഹ്. രോഗത്തിന് ശിഫ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ്, മരണപ്പെട്ടു പോയവർക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്. സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാഹ്. മരണപ്പെട്ടു പോയവരുടെ ഖബറിലേക്ക് അവർ ചെയ്ത സംഭാവനകളുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹ്, അവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബറിലേക്ക് നീ നിന്റെ തവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹ്, നീ സ്വീകരിക്കണം റഹ്മാനെ. ആരും കൈവിട്ടാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാഹ്. കൈയൊടിയല്ലേ അല്ലാഹ്. കൈവിടല്ല റബ്ബേ. മാലിക്കുൽ മുലൂക്കായ സർവശക്തനായ റബ്ബേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ. നീ ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹ്, ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും നീ ഖബൂലാക്കണേ റബ്ബേ. വിശുദ്ധ റമദാൻ ഞങ്ങൾക്ക് വരവേൽക്കാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഒരുപാട് റമദാൻ വരവേൽക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ്, ഇത് അവസാന സ്വലാത്ത് അവസാനം അല്ലേ? ഇത് റമദാൻ കഴിഞ്ഞിട്ടല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ്, ഉമ്മമാരോട് പ്രത്യേകം പറയാനുള്ളത്, റമദാനിൽ നടക്കുന്ന ക്ലാസ്സുകളിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വരണം. റമദാനിൽ ക്ലാസ് നടക്കുമ്പോൾ ആകെ 10 ആളുകളൊക്കെ ഉണ്ടാകും. ഇൻഷാ അല്ലാഹ്, ഉമ്മമാരെ പ്രത്യേകം വരണം. അതോടൊപ്പം നിങ്ങളെ നന്നായി നിങ്ങളുടെ ദുആകളിൽ ഈ പാവപ്പെട്ട മുതാലിബിനെയും കൂട്ടണം. എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുമ്പോൾ നിങ്ങളുടെ ദുആകളിൽ, നിങ്ങളുടെ ഇബാദത്തുകളിൽ എല്ലാത്തിലും നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മളെ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ്, നിങ്ങൾക്ക് വേണ്ടിയും ഞാനും എന്റെ ദുആകളിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ്, വാക്കാലോ പ്രവർത്തിയാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പൊരുത്തപ്പെട്ടിട്ട് നല്ല നിലയ്ക്ക് ഇൻഷാ അല്ലാഹ് വിശുദ്ധ റമദാൻ നിഷ്കളങ്കതയോടുകൂടെ നല്ല നിലക്ക്, നല്ല റാഹത്തിൽ നമുക്ക് കൊണ്ടാടാൻ കഴിയണം. നല്ല ക്ലിയറായ മനസ്സോടുകൂടെ, നല്ല മനസ്സോടുകൂടെ നമുക്ക് നന്നായി നല്ല നിലക്ക് ഇൻഷാ അല്ലാഹ് ഈ റമദാൻ നല്ല സന്തോഷത്തിൽ നമുക്ക് കൊണ്ടാടാൻ കഴിയണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എല്ലാ മാസങ്ങളിലും പ്രഭാഷണം നടത്തുമ്പോൾ, പ്രസംഗിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന ചില വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. 2 വർഷത്തോളമായി ഇവിടെ ജോലി ചെയ്യുന്നത്. ഈ വർഷത്തിനിടയിൽ ചിലപ്പോൾ എല്ലാ മാസവും ഞാൻ തന്നെയാണ് ഇവിടെ പ്രസംഗിച്ചത്. എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 വർഷത്തിലും എല്ലാ മാസത്തെ പ്രഭാഷണങ്ങളും ഞാൻ
നടത്തിയത്. അതിനിടയിൽ വല്ല തെറ്റുകളും നിങ്ങൾ പറയുമ്പോൾ ചില പ്രദേശങ്ങളൊക്കെ വല്ലതും അയാൾ പറഞ്ഞത് അങ്ങനെ ശരിയായില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പൊരുത്തപ്പെട്ട് ദീനിന്റെ കാര്യങ്ങളാണ്, ദീനിന്റെ നിയമങ്ങളാണ് പറഞ്ഞത്, അതൊക്കെ നാം ജീവിതത്തിൽ പാലിക്കണമെന്ന ചിന്തയോടുകൂടെ അതൊക്കെ ജീവിതത്തിൽ പാലിച്ച് നല്ല മനസ്സോടുകൂടെ വിശുദ്ധ റമദാന്റെ എല്ലാ ദുആകളിലും പാവപ്പെട്ട വിനീതനെയും കുടുംബത്തെയും ചേർക്കണം. പ്രത്യേകിച്ച് ചെയ്യുന്ന അമലുകൾ കബൂലാക്കാൻ വേണ്ടിയും ഈമാനോടുകൂടെ മരിക്കാൻ വേണ്ടിയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം. ചെറിയ ഇബാദത്ത് കുറഞ്ഞൊരു പാവപ്പെട്ടവരാണ്. ഇബാദത്ത് സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഒരുപാട് സുന്നത്തുകളോ ഒരുപാട് ദിക്റുകളോ ഒരുപാട് സൽക്കർമ്മങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പാവപ്പെട്ട താല്യമാണ്. ഒരുപാട് ദീനിന്റെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവരണം. വിശുദ്ധ റമദാൻ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും പ്രായോഗികമായി ഉൾപ്പെടുത്തുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുവാനാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.